വേഗത്തിൽ നമ്മൾ യെരൂശലേമിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് യെരൂശലേമിലേക്ക് പോവുകയാണ്. യെരൂശലേമിന്റെ തെരുവീതിയിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അശാന്തമായ ഒരു കൂട്ടം, ഒരു സാഹചര്യം യെരൂശലേമിൽ നമ്മൾ കാണുകയാണ്. ഏതാ സമയം എന്നറിയാമോ? പെസഹായുടെ സമയമാണ്. പെസഹായുടെ സമയം. ആമേൻ. ആ പെസഹ ആചരിക്കാൻ വേണ്ടി ഒരു കൂട്ടം പേർ യെരൂശലേമിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കരമായ ബഹളവും ആരാധനവും കൂട്ടവും തിക്കി തിരങ്ങി വലിയ ബഹളമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. ആ സമയത്ത് ഒരു മനുഷ്യൻ, ഇതാ കുറേനക്കാരനായ ശീമോനാണ്. അദ്ദേഹത്തെ അങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള കുറേന വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, കർത്തവർഗക്കാരുടെ ഇടയിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. അദ്ദേഹം തൻ്റെ വയലിൽ നിന്ന് അധ്വാനം കഴിഞ്ഞ് യെരൂശലേമിലേക്ക് എത്തി. യെരൂശലേമിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ ഭയങ്കര തിരക്കാണ്. പെസഹ ആചരിക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെയോ ആണ് പരദേശികളും സ്വദേശികളും ഒക്കെ തിങ്ങിക്കൂടി യെരൂശലേമിലുള്ളത്. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ആൾക്കാരുടെ ഭയങ്കരമായ ബഹളവും കൂട്ടവും ഒക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭയങ്കരമായ നിലവിളി കേൾക്കുന്നു, ഭയങ്കരമായ ആരാമാരം കേൾക്കുന്നു. ചിലർ പറയുന്നു അവനെ ക്രൂശിക്കുക, ചിലർ പറയുന്നു അവനെ കൊല്ല, അവനെ ഞങ്ങൾക്ക് വേണ്ട. മറ്റു ചിലർ എവിടെയോ കരയുകയാണ്. വേറെ ആരോ പറയുന്നു അയ്യോ യേശുവിനെ ഒന്നും ചെയ്യരുത്, യേശുവിനെ ഒന്നും ചെയ്യരുത്. ഭയങ്കരമായ നിലവിളി. ആൾക്കാരെ ഒന്ന് തള്ളി മാറ്റി അദ്ദേഹം മുൻപിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഒരു മനുഷ്യൻ. അദ്ദേഹം മനുഷ്യനാണോ എന്ന് അതിശയത്തോടെ തോന്നുമാറ് അദ്ദേഹത്തിന്റെ രൂപമൊക്കെ വികൃതമായിരിക്കുന്നു. ചാട്ടവാറിന്റെ അടികൊണ്ട് കീറപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ തന്നെ കവിഞ്ഞു നിൽക്കുന്ന ഒരു പച്ച മരത്തെ, ഒരു കുരിശിനെ ചുമന്നുകൊണ്ട് വരികയാണ്. ആ മനുഷ്യൻ ആ നിലത്തു വീണു. ഹൈവേറിയ കുരിശ് യേശുവിനെ ആ തറയിലൊന്ന് അമർത്തി. ആ കുരിശിനെ ചുമന്ന് നിലത്തോട് ചേർന്ന് കിടക്കുന്ന പച്ചയായ മനുഷ്യനെ ആ കണ്ണുകളോടെ, ആശ്ചര്യത്തിന്റെ കണ്ണുകളോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശിമോൻ. ഈ ശിമോൻ അദ്ദേഹത്തെ നോക്കുകയാണ്. ഈ യേശു എവിടെ നിന്നാണ് വരുന്നേ? പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്നാണ്. ആ 39 അടി ചാട്ടവാറിന്റെ അടി കൊണ്ട് ശരീരം മുഴുവൻ ഉഴവുചാലുപോലെ കീറി. ശരീരത്തിന്റെ മാംസമെല്ലാം ഇളകിയിരിക്കുകയാണ്. അവൻ അകത്തെ അസ്ഥികളെ തെളിഞ്ഞു കാണാം. മൊത്തവും കീറി. ഉഴവുചാൽ എങ്ങനെ കീറുന്നോ അതുപോലെ മുഴുവൻ കീറി. അവനൊരു മനുഷ്യൻ ആ കുരിശിനെ ചുമക്കാൻ കഴിയാതെ നിലത്ത് വീണ് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ ശീമോൻ ആ കാഴ്ച കാണുന്നത്. പടയാളികളുടെ നിയമം അനുസരിച്ച് വഴിയിൽ കാണുന്ന ആരെ വേണമെങ്കിലും സഹായത്തിനായി ചുമട് ചുമപ്പിക്കാൻ വിളിക്കാം. പടയാളി ആരെ വിളിക്കുമെന്നിങ്ങനെ കണ്ണു ഉയർത്തി നോക്കിയപ്പോൾ പടയാളിയുടെ കണ്ണ് ശീമോന്റെ മേൽ പതിഞ്ഞു. ആ ശീമോന്റെ മേൽ പതിഞ്ഞിട്ട് ഒരു പടയാളി വിളിച്ചു, "ഇങ്ങ് വന്നേ." അല്പം വിഷമത്തോടെ, മനസ്സോടെ ശീമോൻ എന്ന മനുഷ്യൻ അങ്ങോട്ട് കയറി ചെന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, കുറച്ച് പൊതികൾ ഉണ്ടായിരിക്കും. തന്റെ മക്കൾ വീട്ടിൽ കാത്തിരിപ്പുണ്ട്. ആ 2 കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി ആ വൈകുന്നേര പലഹാരങ്ങൾ കരുതിയായിരിക്കാം ആ അപ്പൻ വന്നത്. വയലിലെ വേല കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ കയറി വരികയാണ്. കയറി വരുമ്പോൾ പടയാളി ആ മനുഷ്യനോട് പറഞ്ഞു, "ഈ ക്രൂശൊന്ന് എടുത്തേ." അദ്ദേഹം ആദ്യമൊന്നും തലയാട്ടി വിസമ്മതിച്ചു. പിന്നെയും ആക്രോശിച്ചു പറഞ്ഞു, "എടുക്കാം." ആ മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന ആ പൊതിയെ അവിടെ വച്ചിട്ട് മനസ്സോടെ ആ ക്രൂശിനെ ചുമന്നു. ആ ക്രൂശിനെ ചുമക്കുമ്പോൾ ആ ക്രൂശിൽ നിന്ന്, ആ മരത്തിൽ നിന്ന് എന്തോ ഒരു നനവ് തന്റെ ശരീരത്തിലേക്ക് അനുഭവപ്പെട്ടു. താൻ ആ ക്രൂശിനെ ഒന്ന് പൊക്കിയിട്ട് തൊട്ടു നോക്കി. തനിക്ക് മനസ്സിലായി അത് ആ മനുഷ്യന്റെ രക്തമാണ്, ധാരയായി ഒഴുകുന്ന രക്തം. ആ രക്തം മുഴുവൻ തന്റെ മേൽ പതിക്കപ്പെട്ടു. തന്റെ ശരീരം മുഴുവനുമായി. ആ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി, ഇനി എനിക്ക് പെസഹ ആചരിക്കാൻ കഴിയത്തില്ല. കാരണം രക്തത്താൽ ഞാൻ അശുദ്ധനായി. വിഷമമുണ്ടെങ്കിലും ആ ക്രൂശിനെ താങ്ങി പിടിച്ച് നാഥന്റെ കണ്ണിലേക്ക് ശീമോൻ ഒന്ന് നോക്കി. ആമേൻ. അല്പസമയത്തേക്ക് കുറച്ചു ദൂരം മാത്രം ചുമന്നാൽ മതി പടയാളികളുടെ നിർദ്ദേശം അനുസരിച്ച്. എന്നാൽ അവൻ മുമ്പിലേക്ക് ചുമന്നുകൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ആ ക്രൂശിനെ അവിടെ വെച്ചിട്ട് തനിക്ക് സ്വാതന്ത്ര്യമാകാമായിരുന്നു. പക്ഷേ അവിടെ വെച്ചും ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയ ആ മനുഷ്യന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ അവൻ വളരെ വളരെ ചിന്താകുലനായി യേശുവിനെ നോക്കുകയാണ്. എന്താ കർത്താവിന്റെ കണ്ണുകളിൽ ഇത്രയും കരുണ? എന്താ കർത്താവിന്റെ കണ്ണിൽ ഇത്രയും അനുഗ്രഹം?
തുളുമ്പുമ്പോ കർത്താവിന്റെ കണ്ണിൽ ഒരു പ്രത്യാശ, സ്നേഹം തുളുമ്പുന്ന കണ്ണുകളുമായി ശീമോന്റെ കണ്ണുകളിലേക്ക് നോക്കിയ ആ ഒരു നോട്ടത്താൽ ആ മനുഷ്യന്റെ ഉത്സാഹം വർദ്ധിച്ചു. ആ സമയം വരെ മാത്രം ക്രൂശ് ചുമന്നാ മതിയായിരുന്നു. പക്ഷേ ഉത്സാഹം വർദ്ധിച്ച മനുഷ്യൻ പകുതി വഴിയിൽ ഇട്ടേച്ചു പോകാതെ ഗോൽഗോഥാ മലയുടെ നെറുകെ വരെ ആ ക്രൂശ് ചുമന്നു. ആ ക്രൂശ് ചുമന്നു. വീണ്ടും എണീറ്റും നടന്നു വരുന്ന നാഥനെ കണ്ടപ്പോൾ ആ മനുഷ്യന് അവിടെ ഇട്ടേച്ചു പോകാൻ തോന്നിയില്ല. ഉത്സാഹം നഷ്ടപ്പെടാതെ ആ കുരിശിനെ കാൽവരി ക്രൂശ് വരെ ചുമന്നു. അവിടെ എത്തിച്ചിട്ട് ആ ക്രൂശ് ചുമന്നുകൊണ്ടുവന്ന, അതുവരേക്കും ചുമന്നുകൊണ്ടുവന്ന തളർന്നിരിക്കുന്ന നാഥനെ ശീമോൻ ഒന്ന് നോക്കി. ശീമോൻ നോക്കിയപ്പോൾ അവൻ കരുണ നിറഞ്ഞ കണ്ണുമായിട്ട് യേശു കർത്താവ് ശീമോനെ നോക്കി. ആ ശീമോന്റെ മനസ്സിനകത്ത് എന്താ കടന്നു വന്നതെന്നറിയാമോ? ഒരു പ്രത്യേക സന്തോഷം, എന്തെന്നില്ലാത്ത സമാധാനം. അവന്റെ ഹൃദയത്തിൽ അപ്പോൾ ഉണ്ടായ ചിന്ത, എനിക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞല്ലോ. യേശു എന്ന ഈ മനുഷ്യന് ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞല്ലോ. സന്തോഷത്തോടെ ആ മനുഷ്യൻ തിരികെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തുമ്പോൾ പെസഹായ്ക്ക് പോകാൻ റെഡിയായി, തലമുറകൾ റെഡിയായി നിൽപ്പുണ്ട്, ഭാര്യ റെഡിയായി നിൽപ്പുണ്ട്. അപ്പന്റെ വരവ് രക്തത്തിൽ കുളിച്ചിട്ടാണ്. രക്തത്തിൽ കുളിച്ചു വരുന്ന അപ്പനെ കണ്ട് ഓടിച്ചെന്ന് അവൻ പിടിച്ച് മക്കൾ ചോദിച്ചു, അപ്പ എന്താ പറ്റി? ഭാര്യ ചോദിച്ചു, എന്താ പറ്റി? എവിടെയാ വീണത്? എന്താ മുറിവിന്റെ കാരണം? അവൻ പറഞ്ഞു, അയ്യോ, ഇതെന്റെ രക്തമല്ല, ഒരു മനുഷ്യന്റെ രക്തം എന്റെ മേലായതാണ്. ഒരു മനുഷ്യന്റെ രക്തം എന്റെ മേൽ ചൊരിയപ്പെട്ടതാണ്. ആ ക്രൂശിൽ നിന്ന് ആ രക്തം എന്നിലേക്ക് പടർന്നതാണ്. ആ പടർന്ന രക്തം, ആ പകരുന്ന രക്തം എന്താ ചെയ്തതെന്നറിയാമോ? വചനം പറയുന്നു, ശീമോന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന നിലവാരത്തിൽ, കുടുംബത്തെ അനുഗ്രഹിക്കുന്ന നിലവാരത്തിൽ, അവന്റെ സ്ഥിതിയെ മാറ്റുന്ന നിലവാരത്തിൽ ആ രക്തം അവന്റെ അവസ്ഥകളെ മാറ്റിയെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ തിരുവചനം വ്യക്തമായി എന്നോട് പറയുന്നു, ഉത്സാഹം നഷ്ടപ്പെടാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഇറങ്ങിത്തിരിക്കുന്ന നിന്റെ കുടുംബത്തിലേക്കും തലമുറകളിലേക്കും ആ രക്ഷയുടെ പദ്ധതികൾ കൈമാറപ്പെടുക തന്നെ ചെയ്യും.